നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റിയ നടപടിക്കെതിരെ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റി ഭാരത് യുവകേന്ദ്ര എന്നാക്കിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപടിക്കെതിരെ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം എറിയാട് ചന്തയിൽ സമാപിച്ചു. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള നെഹ്റു യുവകേന്ദ്രത്തിൻ്റെ പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക്, ആ പേര് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ദിരാജി ഉൾപ്പെടെയുള്ള നെഹ്റു ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും പേരുകൾ ഈ രാജ്യത്ത് നിന്ന് മാറിച്ചേർന്നുകൊണ്ട് അതിന് പകരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. EK സോമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആദ്യമല്ല, ഇതിനു മുൻപ് നമുക്കറിയാം, നെഹ്റുവിന്റെ കുടുംബ വീട് തീൻമൂർത്തി ഭവൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നെഹ്റുവിന്റെ കുടുംബ വീട് നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി അത് രാഷ്ട്രത്തിന് സമർപ്പിച്ചതാണ്. വലിയൊരു ലൈബ്രറിയും വലിയ മ്യൂസിയവുമുള്ള ഏതാണ്ട് 5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കോമ്പൗണ്ടാണ് അത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ രാഷ്ട്രത്തിന് സമർപ്പിച്ചതാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് പോലും നെഹ്റുവിന്റെ പേര് വെട്ടിമാറ്റിയ ഈ കുബുദ്ധികളെ, ഈ രാഷ്ട്രീയ ദുഷ്ടശക്തികളെ നമ്മൾ എന്ത് പേരാണ് വിളിക്കേണ്ടത്? നെഹ്റു ഒന്നും ഒരാളുടെ ഔദാര്യത്തിൽ വളർന്നതല്ല. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കത് നിരന്തരം പോരാടി നിരന്തരം ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ടാണ് നെഹ്റു ഈ രാജ്യത്തെ നയിച്ചത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യത്തെ സാക്ഷരത 12%. ഈ രാജ്യത്ത് എഴുതാനും വായിക്കാൻ കഴിവുള്ള ആളുകളുടെ എണ്ണമാണ് ഈ പറയുന്നത് ശതമാനമാണ് 12%. ഈ രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനമില്ല, സർക്കാർ ഉടമയിൽ ഒരു മെഡിക്കൽ കോളേജില്ല, ഒരു സൗകര്യമില്ലാത്ത, ഒരു IIT ഇല്ലാത്ത, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത, എന്തിന് ഒടിതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്ര നാരായണന്മാരുടെ രാജ്യമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നമുക്കറിയാം. ആ 1940-കളിൽ ഈ രാജ്യം മുഴുവൻ വിഭജനത്തിന്റെ പേരിൽ രക്തപ്പുഴി ഒഴുകുമ്പോൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചോരയൊഴുകുമ്പോൾ, ഈ രാജ്യത്തെ ആ വർഗീയതയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യ ഒരു മത രാഷ്ട്രമാക്കി മാറ്റാതെ ഒരു മതേതര രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ച ആ മഹാന്റെ പേരാണ് നെഹ്റു. നേതാക്കളായ PP ജോൺ, CA റഷീദ്, CP തമ്പി, EM ജോസഫ് ദേവസി, PM മുഹമ്മദ് സഗീർ, PM ലിയാഖത്ത്, നജീബ് P മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. EA നജീബ്, AI ഷുക്കൂർ, നാസർ കറുകപ്പാടത്ത്, TK അബൂബക്കർ, KK വസന്ത, ഗീത സതീശൻ, ഇസ്ഹാഖ് ഹുസൈൻ, ജോസ്മി ടൈറ്റസ്, വാസന്തി ശശി, സുബൈദ ബാബു, ലിഷ സുരേഷ്, ഷെമിന സുഹൈൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.